ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് OET റീഡിങ്ങിലെ പാരഗ്രാഫ് സ്ട്രക്ചർ ഒന്ന് അനലൈസ് ചെയ്യാം. എങ്ങനെയായിരിക്കും ഒരു പാരഗ്രാഫിൻ്റെ സ്ട്രക്ചർ എന്നും അതെങ്ങനെയാണ് നമ്മളെ OET റീഡിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏതൊരു പാരഗ്രാഫായാലും ആ പാരഗ്രാഫിന് ഒരു സ്ട്രക്ചറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ OETയിൽ നമ്മൾ എടുക്കുന്ന പാരഗ്രാഫിന് ഒരു സ്ട്രക്ചറുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നൊരു എക്സാമാണ്. അപ്പോൾ അതിന് എല്ലാ മൊഡ്യൂൾസിനും ഒരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാവുകയും ആൻസറിലോട്ട് പെട്ടെന്ന് എത്താൻ സഹായിക്കും. നമുക്ക് നോക്കിയാലോ. റീഡിങ് ഒരു പാരഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ സെൻറ്റൻസ്, അതായത് ടോപ്പിക് സെൻറ്റൻസ് ആണ് നമ്മുടെ മെയിൻ ഐഡിയ കൺവേ ചെയ്യുന്നത്. അതായത് നമ്മുടെ ആ പാരഗ്രാഫിൽ എന്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, അതിൻ്റെ കാതലായ ആശയം എന്താണ് എന്ന് പറയുന്നത് ഈ ടോപ്പിക് സെൻറ്റൻസ് ആയിരിക്കും. അത് കഴിഞ്ഞ് വരുന്ന സെൻറ്റൻസിനെയാണ് നമ്മൾ സപ്പോർട്ടിംഗ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. സപ്പോർട്ടിംഗ് സെൻറ്റൻസസ് എന്ന് പറയുമ്പോൾ ആ ടോപ്പിക് സെൻറ്റൻസിൽ എന്താണോ പറയുന്നത് അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള സെൻറ്റൻസിനെയാണ് സപ്പോർട്ടിംഗ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. പിന്നെന്ന് പറയുന്നത് ആഡിങ് ഡീറ്റെയിൽസ് ആണ്. ഡീറ്റെയിൽസ് ആഡ് ചെയ്തുകൊണ്ട്, അതായത് ടോപ്പിക് സെൻറ്റൻസിൽ എന്താണോ പറഞ്ഞത് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിവരണമായിരിക്കും താഴോട്ടുള്ള സെൻറ്റൻസ്. ഏറ്റവും ലാസ്റ്റായിട്ട് കൺക്ലൂഡിങ് സെൻറ്റൻസ്. ഇതാണ് ഒരു പാരഗ്രാഫിൻ്റെ സ്ട്രക്ചർ. നമ്മുടെ OETയിൽ അങ്ങനെ കൺക്ലൂഷൻ സെൻറ്റൻസ് കാണാറില്ല, എങ്കിലും ടോപ്പിക് സെൻറ്റൻസ്, സപ്പോർട്ടിംഗ് സെൻറ്റൻസ്, ആഡിങ് ഡീറ്റെയിൽസ്, ഇതാണ് ഒരു പാരഗ്രാഫിൻ്റെ സ്ട്രക്ചർ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടൈം സേവ് ചെയ്ത് നമ്മുടെ ആൻസറിലേക്ക് എത്താം. എങ്ങനെ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് പാർട്ട് സിയിൽ സിഗരറ്റ്സ് എന്ന ടോപ്പിക്കിൽ 6th പാരഗ്രാഫാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. There are a number of interesting points of agreements among the proponents and skeptics of e-cigarettes. ഇവിടെ പറയുന്നത് നമ്പർ ഓഫ് ഇൻട്രസ്റ്റിംഗ് പോയിൻറ്റ്സ് ഓഫ് എഗ്രിമെൻറ്റ് എമംഗ് ദ പ്രൊപ്പണൻസ് ആൻഡ് സ്കെപ്റ്റിക്സ് ഓഫ് e-cigarettes. അതായത് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എഗ്രി ചെയ്യുന്നുണ്ട്. ആരുടെ ഇടയിൽ? പ്രൊപ്പണൻസിൻ്റെയും സ്കെപ്റ്റിക്സിൻ്റെയും ഇടയിൽ. എന്തിനെപ്പറ്റി? e-cigarettesനെ പറ്റി. e-cigarettesനെ പറ്റി പ്രൊപ്പണൻസും സ്കെപ്റ്റിക്സും എഗ്രി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ടോപ്പിക് സെൻറ്റൻസ് വായിച്ചപ്പോൾ തന്നെ നമുക്കെന്ത് മനസ്സിലായി? ഈ പാരഗ്രാഫ് പറയുന്നത് ഇവർ രണ്ടുപേരും എഗ്രി ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരിക്കും, അതിനെ പറ്റിയാണ് ഈ പാരഗ്രാഫ് പറയുന്നത്. നമുക്കിപ്പോൾ വായിക്കാതെ തന്നെ മനസ്സിലായി. പ്രൊപ്പണൻസ് എന്ന് പറയുമ്പോൾ ദോസ് ഹു ആർ സപ്പോർട്ടിങ് ദ ഐഡിയാസ്, ആൻഡ് സ്കെപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ദോസ് ഹു ആർ ഒപ്പോസിങ് ദ ഐഡിയാസ്. ഇനി ഫസ്റ്റ്, ഓൾ എഗ്രി ദാറ്റ് റെഗുലേഷൻ ടു എൻഷുർ ദ ക്വാളിറ്റി ഓഫ് e-cigarette ഷുഡ് ബി യൂണിഫോം. ഇതിനകത്ത് ഒന്നാമത്തെ എഗ്രിമെൻ്റ് എന്താണെന്നാണ് പറയുന്നത്. എല്ലാവരും എഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ് ക്വാളിറ്റി ഓഫ് e-cigarette ഷുഡ് ബി യൂണിഫോം. e-cigarettesൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. യൂണിഫോം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കും എന്നുള്ളതാണ് എല്ലാവരും എഗ്രി ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം. ലബോറട്ടറി അനാലിസിസ് ഹാവ് ഫൗണ്ട് സംടൈംസ് വൈഡ് വേരിയേഷൻ അക്രോസ് ദ ബാൻഡ്സ് ഇൻ ദ ലെവൽ ഓഫ് കാർസിനോജൻസ്, ദ പ്രസൻസ് ഓഫ് കണ്ടാമിനൻസ് ആൻഡ് ദ ക്വാളിറ്റി ഓഫ് നിക്കോട്ടിൻ. ഇതിനകത്തൊക്കെ വേരിയേഷൻസ് ഉണ്ടെങ്കിലും ഇവർ രണ്ടുപേരും കുറേ കാര്യങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ട്. അതിൻ്റെ സെക്കൻഡ് എഗ്രിമെൻ്റ് ആണ് ഇനി പറയുന്നത്. സെക്കൻഡ്, പ്രൊപ്പണൻസ് ആൻഡ് ഡിട്രാക്ടേഴ്സ് ഓഫ് e-cigarettes ടെൻഡ്സ് ടു എഗ്രി ദാറ്റ്. ഡിട്രാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതും സ്കെപ്റ്റിക്സ് തന്നെയാണ്. പ്രൊപ്പണൻസ് ആൻഡ് ഡിട്രാക്ടേഴ്സ് ഓഫ് e-cigarettes ടെൻഡ്സ് ടു എഗ്രി ദാറ്റ്. ഇവർ എഗ്രി ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് only that the individual level e-cigarettes are a safer alternative to tobacco cigarettes consumption. ഇവർ പറയുന്നത് e-cigarettes ആണ്. സെക്കൻഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് e-cigarettes ആർ സേഫർ ഓൾട്ടർനേറ്റീവ് ടു ടുബാക്കോ സിഗരറ്റ്സ് കൺസപ്ഷൻ. ടുബാക്കോ സിഗരറ്റ്സിനെ അപേക്ഷിച്ച് e-cigarettes ആണ് സേഫർ ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം രണ്ട് കാര്യങ്ങളാണ്. ഇനി തേർഡ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ 2 എഗ്രിമെൻ്റാണ് ഈ പാരഗ്രാഫിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഫസ്റ്റ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ക്വാളിറ്റി ഓഫ്
ക്വാളിറ്റി ഓഫ് ഇ സിഗരറ്റ്സ് എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. രണ്ടാമത്തെ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇ സിഗരറ്റ്സ് എന്ന് പറയുന്നത് സേഫർ ഓൾട്ടർനേറ്റീവ് ആണ്. എന്തിന് പകരമായിട്ടുള്ള ടുബാക്കോ സിഗരറ്റ്സിന് പകരമായിട്ടുള്ള ഒരു സേഫർ ഓൾട്ടർനേറ്റീവ് ആണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. പിന്നെ ദ മെയിൻ കൺസേൺ ഈസ് ഹൗ ഇ സിഗരറ്റ്സ് മൈറ്റ് ഷേപ്പ് ടുബാക്കോ യൂസ് പാറ്റേൺസ് ദാറ്റ് അറ്റ് പോപ്പുലേഷൻ ലെവൽ. അവരുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ഈ സിഗരറ്റ്സ് എങ്ങനെയാണ് ടുബാക്കോ യൂസിനെ ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവരുടെ മെയിൻ കൺസേൺ. പ്രൊപ്പണൻസ് സ്ട്രെസ്സസ് ദി എവിഡൻസ് ബേസ് ദാറ്റ് വി ഹാവ് റിവ്യൂഡ്. പ്രൊപ്പണൻസ് ഇതിന് എവിഡൻസ് റിവ്യൂ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും സ്കെപ്റ്റിക്സ് റിമെയിൻ വറീഡ് ദാറ്റ് ഈ സിഗരറ്റ്സ് വിൽ ബിക്കം ഡുവൽ യൂസ് പ്രോഡക്ട്സ്. സ്കെപ്റ്റിക്സ് പ്രൊപ്പണൻസ് ഇതിനുള്ള എവിഡൻസ് ഒക്കെ റിവ്യൂ ചെയ്യുന്നുണ്ട്. സ്കെപ്റ്റിക്സ് ആവട്ടെ അവരിപ്പോഴും വറീഡാണ്. എന്തിനെ പറ്റി? ഈ സിഗരറ്റ്സ് വിൽ ബിക്കം എ ഡുവൽ യൂസ് പ്രോഡക്ട്സ്. ഇതൊരു ഡുവൽ യൂസ് പ്രോഡക്ട്സായി മാറുമോ എന്നുള്ള കാര്യത്തിൽ സ്കെപ്റ്റിക്സ് ഇപ്പോഴും വറീഡാണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് സ്മോക്കർ വിൽ യൂസ് ഈ സിഗരറ്റ്സ് ബട്ട് വിൽ നോട്ട് റെഡ്യൂസ് ദെയർ സ്മോക്കിംഗ് ഓർ കിറ്റ്. അതായത് സ്മോക്കർ വിൽ യൂസ് ഈ സിഗരറ്റ്സ്. അപ്പോൾ ഒരു സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഉള്ള ഒരാൾ ആ ഹാബിറ്റ് നിർത്താൻ വേണ്ടിയിട്ടല്ലേ ഈ സിഗരറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്മോക്കർ ഈ സിഗരറ്റ്സ് യൂസ് ചെയ്യും, പക്ഷേ അതുമൂലം അവരുടെ സ്മോക്കിംഗ് ഹാബിറ്റോ അല്ലെങ്കിൽ സിഗരറ്റ്സിൻ്റെ എണ്ണമോ കുറയുന്നില്ല അല്ലേ. സിഗരറ്റ്സിന് പകരമായിട്ട് അവർ ഈ സിഗരറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം സിഗരറ്റിൻ്റെ എണ്ണവും അവിടെ കുറയുന്നില്ല, സ്മോക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും അവരിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത് സ്മോക്കിംഗ് കിറ്റ് ചെയ്യുന്നുമില്ല, സിഗരറ്റ്സിൻ്റെ എണ്ണം കുറയുന്നതുമില്ല. അപ്പോൾ ഈ രണ്ട് കാര്യവും അവരിപ്പോഴും നിൽക്കുന്നു. ഇതാണ് സ്കെപ്റ്റിക്സിൻ്റെ വറീസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞത്. മെയിനായിട്ട് പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ടോപ്പിക് സെൻറ്റൻസിൽ എന്താണോ പറഞ്ഞത് അതാണ് എൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പിക് സെൻറ്റൻസിൽ എന്താ പറയുന്നത്? ഇവർ സ്കെപ്റ്റിക്സ് ആയാലും പ്രൊപ്പണൻസ് ആയാലും ഇവർ രണ്ടുപേരും എഗ്രി ചെയ്യുന്ന കാര്യം ആണ് ഇതിനകത്ത് ടോപ്പിക് സെൻറ്റൻസിൽ പറഞ്ഞത്. അപ്പോൾ ടോപ്പിക് സെൻറ്റൻസിൽ പറഞ്ഞിട്ട് പിന്നെ അവർ ആഡ് ചെയ്തതും അവർ രണ്ടുപേരും എഗ്രി ചെയ്ത കാര്യങ്ങളെ പറ്റിയാണ്. അപ്പം ഈ പാരഗ്രാഫിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും എഗ്രി ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മളെ ഒന്ന് അറിയിക്കുക. അതാണ് ഈ പാരഗ്രാഫിൻ്റെ മെയിൻ ഐഡിയ. ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ആ ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ നമുക്കത് എങ്ങനെ എളുപ്പം ആൻസറിലോട്ട് എത്താം എന്നുള്ളതും കൂടെ ഞാൻ ഇതിനകത്ത് പറയാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഡു ബോത്ത് ക്രിട്ടിക്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് ഓഫ് ഇ സിഗരറ്റ്സ് എഗ്രി? എന്താണ് ബോത്ത് ക്രിട്ടിക്സും സപ്പോർട്ടേഴ്സും എഗ്രി ചെയ്ത കാര്യം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ആ പാരഗ്രാഫിനകത്ത് പറഞ്ഞിരുന്നത് മുഴുവൻ അതല്ലായിരുന്നു. ക്രിട്ടിക്സും എന്താണ് എഗ്രി ചെയ്യുന്നത്? നമ്പർ ഓഫ് തിങ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ 1, 2 എന്ന് പറഞ്ഞ് രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ആൻസർ ഓപ്ഷനിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ രണ്ട് കാര്യവും വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പം നമുക്ക് ആൻസർ എടുക്കാൻ എളുപ്പമായിരിക്കും. ഒന്നിൽ ഒരു കാര്യമായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ രണ്ട് കാര്യം ഉദ്ദേശിക്കാം. ഈ രണ്ട് കാര്യം മാത്രം നമ്മൾ ഈ ആൻസർ ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എടുത്താൽ മതി. ഒന്നാമത്തെ ഓപ്ഷൻ അവൈലബിൾ റിസർച്ച് എവിഡൻസ് മസ്റ്റ് ബി റിവ്യൂഡ്. ഇവർ രണ്ടുപേരും എഗ്രി ചെയ്ത കാര്യം അവൈലബിൾ റിസർച്ച് എവിഡൻസ് റിവ്യൂ ചെയ്തു എന്നുള്ളതാണോ ഇവർ രണ്ടുപേരും എഗ്രി ചെയ്തത്? അല്ല. ഈ സിഗരറ്റ്സ് യൂസ് മേ നോട്ട് റിസൾട്ട് ഇൻ ക്വിറ്റിംഗ്. ഈ സിഗരറ്റ്സിൻ്റെ യൂസ് കാരണം അത് ക്വിറ്റിങ്ങിലോട്ട് പോകുന്നില്ല എന്നാണോ പറയുന്നത്? ഈ സിഗരറ്റ്സ് യൂസ് ചെയ്യുന്നത് മൂലം നമ്മൾ ക്വിറ്റിംഗ് ഓപ്ഷനിലോട്ട് പോകുന്നില്ല എന്നുള്ളതാണോ? അതല്ല അവരവിടെ എഗ്രി ചെയ്ത കാര്യം. സ്മോക്കിംഗ് ടുബാക്കോ ഈസ് മോർ ഡേഞ്ചറസ് ദാൻ വേപ്പിംഗ് അല്ലേ? അത് അവരവിടെ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് എഗ്രിമെൻറ്റിനകത്ത് അവർ പറയുന്നുണ്ടായിരുന്നു എന്താണ്, ഈ സിഗരറ്റ്സ് ആർ സേഫർ ഓൾട്ടർനേറ്റീവ് ടു ടുബാക്കോ സിഗരറ്റ്സ് കൺസെപ്ഷൻസ്. ഈ സിഗരറ്റ്സിനെയാണ് അവർ വേപ്പിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടുബാക്കോ സ്മോക്കിംഗ് ഈസ് മോർ ഡേഞ്ചറസ് എന്ന്
അവർ പറഞ്ഞതിനെ നമ്മുടെ പാരഗ്രാഫിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇ സിഗരറ്റ്സ് ആർ സേഫർ. ഇ സിഗരറ്റ് സേഫർ എന്ന് പറയുമ്പോൾ ടുബാക്കോ സിഗരറ്റ്സ് ഡേഞ്ചറസ് ആണെന്നല്ലേ പറയാതെ പറയുന്ന ഒരർത്ഥം. അപ്പം സ്മോക്കിംഗ് ടുബാക്കോ ഈസ് മോർ ഡേഞ്ചറസ് ദാൻ വേപ്പിംഗ്. അതാണ് നമ്മുടെ സി ആണ് നമ്മുടെ ആൻസർ. ഈ സിഗരറ്റ്സ് ആൻസർ ഡിയിൽ പറയുന്നത് ഈ സിഗരറ്റ്സ് ആർ ഷേപ്പിംഗ് ദ പബ്ലിക് ടുബാക്കോ യൂസ്. അങ്ങനെയല്ല ഇതല്ല അവർ എഗ്രി ചെയ്യുന്ന കാര്യം. അപ്പം നമ്മുടെ ആൻസർ സി ആണ്. ഇപ്പോൾ ഒരു പാരഗ്രാഫിൻ്റെ സ്ട്രക്ചർ മനസ്സിലായപ്പോൾ നമുക്ക് ഇപ്പം രണ്ട് കാര്യങ്ങൾ ഫസ്റ്റ് പറഞ്ഞ കാര്യവും ഫസ്റ്റ് അവർ എന്താണോ പറഞ്ഞ് എഗ്രി ചെയ്ത കാര്യം എന്താണ്, അതിൻ്റെ ക്വാളിറ്റി ഓഫ് ഈ സിഗരറ്റ് ഷുഡ് ബി യൂണിഫോം. അത് ഒന്നുകിൽ അതായിരിക്കാം നമ്മുടെ ആൻസർ വരിക, അല്ലെങ്കിൽ ഈ സിഗരറ്റ്സ് ആർ സേഫർ ഓൾട്ടർനേറ്റീവ് ടു ടുബാക്കോ സിഗരറ്റ്സ് കൺസെപ്ഷൻ. ഈ സിഗരറ്റ്സ് ആർ സേഫർ ഓൾട്ടർനേറ്റീവ് ടു ടുബാക്കോ ഈ സിഗരറ്റ്സ് കൺസെപ്ഷൻ എന്നുള്ളതിനെ പാരാഫ്രൈസ് ചെയ്തവർ തന്നിരുന്നതാണ് സ്മോക്കിംഗ് ടുബാക്കോ ഈസ് മോർ ഡേഞ്ചറസ് ദാൻ വേപ്പിംഗ് എന്നുള്ളത്. ഇപ്പം നമ്മുടെ ആൻസറിലോട്ട് എങ്ങനെ ഒരു പാരഗ്രാഫ് സ്ട്രക്ചർ മനസ്സിലായിരുന്നാൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണെന്ന് മനസ്സിലായില്ലേ.